ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവാക്കൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും അവകാശമില്ലയോ? ഈ ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് നിങ്ങൾ എനർജി കൊടുക്കുന്നതിന് പകരം അവരെ നിങ്ങൾ ചവിട്ടിത്താഴ്ത്തി നിങ്ങളുടെ കൊടികൾ എടുപ്പിച്ചുകൊണ്ട് അവരെ അടിമകളാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ദേഷ്യത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട, പക്ഷേ അവരുടെ നിരാശയെ നിങ്ങൾ പേടിക്കണം. കാരണം ഒരു ചോദ്യപേപ്പർ ചോരുന്നത് ഒരു പരീക്ഷയല്ല, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയാണ്, ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്. യുവത്വത്തിന്റെ സ്വപ്നങ്ങൾ തകരുമ്പോൾ ജനാധിപത്യം സംസാരിക്കുന്നത് വോട്ട് പെട്ടിയിലൂടെയാണ്. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കാം. ദ യൂത്ത്സ് ആർ നോട്ട് ദ ലീഡേഴ്സ് ഓഫ് ടുമാറോ, ദേ ആർ ദ പാർട്ട്നേഴ്സ് ഓഫ് ടുഡേ എന്ന് കോഫി അന്നൻ വളരെ മുമ്പ് തന്നെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. യുവാക്കൾ നാളെയുടെ നേതാക്കൾ മാത്രമല്ല, ഇന്നിൻ്റെ പങ്കാളികളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് അതിൻ്റെ സ്വർണമോ എണ്ണപ്പാടങ്ങളോ അല്ല, അതിൻ്റെ യുവത്വമാണ്. യുവാക്കളുടെ പ്രതീക്ഷകൾ ജീവനോടെ ഉണ്ടെങ്കിൽ രാജ്യം ഉയരും എന്നതിന് യാതൊരു സംശയമില്ല. എന്നാൽ അവരുടെ സ്വപ്നങ്ങൾ ഓരോന്നായി തകർന്നു വീണാൽ ഒരു രാജ്യത്തിൻ്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ആദരണീയനായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഡ്രീം 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 ഡ്രീംസ് ട്രാൻസ്ഫോംസ് ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളാണ് ചിന്തകളായി മാറുന്നത്, ചിന്തകൾ പ്രവർത്തനങ്ങളായി മാറുന്നു. പക്ഷെ ഇന്ന് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവാക്കൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും അവകാശമില്ലയോ? ഒരു സർക്കാർ ജോലി നേടാൻ വർഷങ്ങളോളം പഠിക്കുന്നു, കുടുംബം കടം വാങ്ങി പരിശീലനത്തിന് അയക്കുന്നു, മാതാപിതാക്കൾ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് മക്കളുടെ ഭാവിക്കായി ജീവിക്കുന്നു. എന്നാൽ പരീക്ഷാ ദിവസം വരുമ്പോൾ ചോദ്യപേപ്പർ ചോരുന്നു, പരീക്ഷ റദ്ദാക്കുന്നു, വീണ്ടും എഴുതണം, വീണ്ടും കാത്തിരിക്കണം. ഇതൊരു പരീക്ഷയുടെ പരാജയമല്ല, ഇതൊരു തലമുറയുടെ ആത്മവിശ്വാസത്തിന് നേരെയുള്ള പ്രഹരമാണ്. ഒരു യുവാവിൻ്റെ പ്രായം ഒരിക്കൽ മാത്രമേ 25 ആകൂ. അത് തിരികെ നൽകാൻ ഒരു സർക്കാരിനും കഴിയുകയില്ല. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക ഞാൻ ഈ പറയുന്ന വാക്കുകൾ. അതായത് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രായം 20 വയസ്സ് 25 വയസ്സെന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമേ ആകുകയുള്ളൂ. ആ പ്രായം കടന്നുപോയി കഴിഞ്ഞാൽ അത് തിരികെ നൽകുവാൻ ഒരു സർക്കാരിനും കഴിയുകയില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനേഡ് എന്നുള്ളത് നമുക്കറിയാം. നീതി താമസിപ്പിക്കുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഈ നിയമതത്വം നിയമ പരീക്ഷകൾക്കും ബാധകമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അടുത്തിടെ രാജ്യത്തെ നടുക്കിയ പരീക്ഷാ വിവാദങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സത്യം മാത്രമാണ്. ഒരു ചോദ്യപേപ്പർ ചോരുന്നത് ഒരു പരീക്ഷയല്ല, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയാണ്, ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യുവാക്കൾക്ക് സൗജന്യങ്ങൾ ആവശ്യമില്ല. അവർ നിങ്ങളുടെ ആരുടെയും ഔദാര്യം പിടിച്ചു പറ്റാൻ വേണ്ടി ജീവിക്കുന്നവരല്ല. അവർ ചോദിക്കുന്നത് കരുണയല്ല, അവർ ചോദിക്കുന്നത് അവസരമാണ്. ഒരു കവിയുടെ വാക്ക് ഇങ്ങനെയുണ്ട്: ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു ടുഡേ. നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ന് നാം യുവാക്കൾക്ക് നീതി നിഷേധിച്ചാൽ നാളെ അവർ ചരിത്രം എഴുതും. ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മെ ഒരു വലിയ രാഷ്ട്രീയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ ഭരണകൂടം, കേന്ദ്ര സർക്കാരിൻ്റെ ഭരണകൂടം, അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടുണ്ട്. അതിനെ ഒരു പാർട്ടിയുടെ വിജയമായോ പരാജയമായോ എന്നതിലുപരി ഒരു ജനാധിപത്യ സന്ദേശമായിട്ട് വേണം നമ്മൾ വായിക്കുവാൻ. ജനങ്ങൾ ചിലപ്പോൾ പ്രസംഗങ്ങൾ കേൾക്കാറില്ല, അവർ മറുപടി പറയുന്നതാണ് വോട്ട് പെട്ടിയിലൂടെ. ബാലറ്റ് ഈസ് ഓഫൺ ലൗഡർ ദാൻ സ്ലോഗൻസ്. അത് മറന്നു പോകണ്ട. ബാലറ്റ് ഈസ് ഓഫൺ ലൗഡർ ദാൻ സ്ലോഗൻസ് എന്നുള്ള തത്വം നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത്. എന്നാൽ ഇവിടെ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, ഇത് BJPയെ മാത്രം വിമർശിക്കാനുള്ള ഒരു പ്രസംഗമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇത് കോൺഗ്രസിനെയോ മറ്റേതെങ്കിലും പാർട്ടിയോ മഹത്വവൽക്കരിക്കാനുള്ള വേദിയുമായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം ഇന്ത്യയുടെ സ്വപ്നങ്ങൾ യുവജനങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഇന്ത്യയുടെ പ്രശ്നങ്ങൾ യുവജനങ്ങളുടെ പ്രശ്നമാണ്. ഒരു പാർട്ടി സൃഷ്ടിച്ചത് മാത്രമല്ല, എല്ലാവർക്കും അതിന് തുല്യ ഉത്തരവാദിത്വമുണ്ട്. പല പതിറ്റാണ്ടുകളായി രൂപപ്പെട്ട ഭരണപരമായ ദൗർബല്യങ്ങളുടെ ഫലമാണ് ഇന്ന് ഈ ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്നതായ ഏറ്റവും വലിയ വിപത്ത്. അധികാരത്തിൽ ആരായാലും പരീക്ഷാ സംവിധാനത്തിൽ വിശ്വാസം പുനഃസ്ഥാപിക്കേണ്ടത് അവരുടെ കടമയാണ്. തൊഴിൽ സൃഷ്ടി ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമല്ല, അത് ഭരണഘടനയുടെ ഉത്തരവാദിത്വമാണ്. പലപ്പോഴും വാഗ്ദാനമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന പല
പൊള്ളത്തരങ്ങളുമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അങ്ങനെ പൊള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് ഇനിയും വിചാരിക്കേണ്ട. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു വാക്കിവിടെ വളരെ പ്രസക്തമാണ്. ഗീവ് മീ 100 എനർജറ്റിക് യങ് മെൻ ആൻഡ് ഐ ഷാൽ ട്രാൻസ്ഫോം ഇന്ത്യ. എനിക്കൊരു 100 ഊർജ്ജസ്വലരായിട്ടുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ തരിക, ഞാൻ ഇന്ത്യയെ പൂർണ്ണമായിട്ട് മാറ്റിമറിക്കാം. അതെ, നമുക്ക് ചെറുപ്പക്കാരുണ്ട്, നമുക്ക് ഊർജ്ജസ്വലരായിട്ടുള്ള ചിന്താശക്തിയുള്ള പ്രവർത്തനക്ഷമതയുള്ള ധാരാളം 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 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചെറുപ്പക്കാരുള്ള ഒരു രാജ്യമാണ് ഈ മഹത് രാജ്യമായിരിക്കുന്ന ഇന്ത്യ. ഈ ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് നിങ്ങൾ എനർജി കൊടുക്കുന്നതിന് പകരം അവരെ നിങ്ങൾ ചവിട്ടിത്താഴ്ത്തി നിങ്ങളുടെ കൊടികൾ എടുപ്പിച്ചുകൊണ്ട് അവരെ അടിമകളാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അവരുടെ ചിന്താശക്തിയെ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാധ്യതകളെ നിങ്ങൾ ഇല്ലാതാക്കിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? തകർക്കപ്പെടുന്ന ഒരു രാജ്യത്തെയാണ് നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ആ 100 യുവാക്കൾക്ക് നാം ഒരു നീതിയുള്ള അവസരം കൊടുക്കുന്നുണ്ടോ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ 100 എനർജറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാരെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? സുഹൃത്തുക്കളെ, ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ യുവജന രാജ്യമാണ്. ഇത് നമ്മുടെ ശക്തിയാണ്. പക്ഷേ അതേ യുവത്വം നിരാശയിലേക്കും തൊഴിലില്ലായ്മയിലേക്കും അനീതിയിലേക്കും തള്ളപ്പെട്ടാൽ അത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാവും. യുവാക്കളുടെ കോപത്തെ പേടിക്കേണ്ടതില്ല, അവരുടെ നിരാശയെ പേടിക്കണം. യുവാക്കളുടെ ദേഷ്യത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട, പക്ഷേ അവരുടെ നിരാശയെ നിങ്ങൾ പേടിക്കണം. കാരണം കോപമുള്ള യുവാവ് സംസാരിക്കും, നിരാശനായ യുവാവ് മൗനമാകും. ജനാധിപത്യത്തിൽ മൗനം പോലും ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഏബ്രഹാം ലിങ്കൻ ഇങ്ങനെ പറഞ്ഞു, ദ ബാലറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ബുള്ളറ്റ്. വെടിയുണ്ടേക്കാൾ ശക്തിയുള്ളതാണ് ഒന്ന്. അതെന്താണ്? വോട്ടാണ്. അവർ അർപ്പിക്കുന്ന വോട്ടുണ്ടല്ലോ, അവർ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന ഈ വോട്ടുണ്ടല്ലോ, അവർ കുത്തുന്ന വോട്ട്, അത് നിങ്ങൾക്കെതിരെയുള്ള വലിയ രോക്ഷത്തിന്റെ പ്രകടനമാണെന്ന് മറന്നു പോകണ്ട. അതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പും ഭരണാധികാരികൾക്ക് ഓരോ പരീക്ഷയാകും. സർക്കാരിന്റെ വിജയത്തിന്റെ യഥാർത്ഥ അളവുകോൽ റോഡുകളുടെ നീളമല്ല, പാലങ്ങളുടെ എണ്ണമല്ല, കെട്ടിടങ്ങളുടെ ഉയരമല്ല, ഒരു സാധാരണ യുവാവിന് സ്വന്തം കഴിവുകൊണ്ട് ജോലി നേടാൻ കഴിയുന്നുണ്ടോ എന്നതാണ്. അതാണ് വികസനത്തിന്റെ യഥാർത്ഥ മാനദണ്ഡം. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, യുവാക്കൾ സർക്കാരിന്റെ ശത്രുക്കളല്ല, അവർ രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്. അവരുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയാണ് ശക്തമായ ഇന്ത്യ. അവരുടെ കഴിവുകൾ ആദരിക്കപ്പെടുന്ന ഇന്ത്യയാണ് വികസിത ഇന്ത്യ. അവരുടെ അധ്വാന ഫലം കാണുന്ന ഇന്ത്യയാണ് നീതിയുള്ള ഇന്ത്യ. നമുക്ക് രാഷ്ട്രീയത്തിൽ ജയിക്കാം, പക്ഷേ യുവത്വത്തെ നഷ്ടപ്പെട്ടാൽ രാജ്യം തോൽക്കും. ഒരു പരീക്ഷ ചോർന്നാൽ അത് വാർത്തയാണ്. ഒരു തലമുറ പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ അത് ചരിത്രമാണ്. ആ ചരിത്രം എഴുതപ്പെടാതിരിക്കാൻ നാം എല്ലാവരും, ഭരണകൂടവും പ്രതിപക്ഷവും സമൂഹവും ഉത്തരവാദികളാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.